യുഎഫ നാഷൻസ് ലീഗ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം അർജന്റീനയും ബ്രസീലിൻ്റെയും രണ്ട് ടീമിൻ്റെയും കളി ഉണ്ടായിരുന്നു ഇന്ന്. ബ്രസീലിൻ്റെ സ്കോർ 0-0 എന്നുള്ള സ്കോറിൽ മാച്ച് അവസാനിച്ചു. ഇക്വഡോറിനെതിരെയായിരുന്നു ബ്രസീലിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു. ഇക്വഡോറിൻ്റെ ഹോം മാച്ച് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു മാച്ചും കൂടിയായിരുന്നു ഈ ഒരു ബ്രസീലിലെ. കാരണം കാർലോ ആൻസലോട്ടി ബ്രസീലിൽ വന്ന് ലാൻഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ഫാസ്റ്റ് ബ്രസീലിയൻ മാച്ചാണ്. സോ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റോടുകൂടി ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ നോക്കിക്കണ്ട ഒരു മാച്ചായിരുന്നു ഈ ഒരു മാച്ച്. സോ നമ്മൾ ആ ഒരു മാച്ച് കണ്ടു. ആ ഒരു മാച്ച് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു 0-0 എന്നുള്ള സ്കോറാണ്. കാർലോ ആൻസലോട്ടിയുടെ ആ ഒരു ടാക്ടിക്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് പ്ലേയിങ് ബ്രസീലിലോട്ട് എത്തിക്കാൻ ഈ ഒരു മാച്ചിൽ എനിക്കങ്ങനെ തോന്നിയില്ല. അവരുടെ ആ ഒരു മാച്ചിങ് സ്റ്റൈൽ, ബ്രസീലിൻ്റെ ആ ഒരു മാച്ചിങ് സ്റ്റൈലാണ്. ഇനി പിന്നെ കാർലോ ആൻസലോട്ടി പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു ബ്രസീലിലോട്ട് ഇരിച്ചേരാൻ മാക്സിമം നോക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ബ്രസീലിൻ്റെ സ്റ്റൈലും കാർലോ ആൻസലോട്ടിയുടെ സ്റ്റൈലും രണ്ടും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലാണ്. രണ്ടും ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഡിഫറൻറ്റ് വേ ഓഫ് പ്ലേയിങ് ആണ്. അവരുടെ ഈ രണ്ട് വേ ഓഫ് പ്ലേയിങ്ങിൻ്റെ മിക്സ് ആയിരിക്കും ഇനി നമ്മൾ ബ്രസീലിയൻ ടീമിൽ ചിലപ്പോൾ മേ ബി കാണാൻ പോവുക. സോ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തു. വിനീഷ്യസ് ജൂനിയറിനും കാസമീറോക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാൻസുകളൊക്കെ കിട്ടി. പക്ഷേ അതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാതെയാണല്ലോ അവർ കളിക്കുന്നത്. റിച്ചാർലിസൺ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ മാച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിലോട്ട് കോൾ ബാക്ക് ചെയ്തത്. കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിൽ മുമ്പ് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ എടുത്താണ്. കാരണം ആൻസലോട്ടിക്ക് കുറച്ചും കൂടിയും ഈ ഒരു അദ്ദേഹത്തിന് കീഴിൽ മുമ്പ് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ കാസമീറോ, റിച്ചാർലിസൺ ഇങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചിട്ട് ഈ ഒരു ബ്രസീലിയൻ സ്റ്റൈൽ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് റിച്ചാർലിസനെയൊക്കെ ബ്രസീൽ സ്ക്വാഡിലോട്ട് എടുത്തത്. സോ അദ്ദേഹത്തെ കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് റൗണ്ടിൽ ഇറക്കിയിരുന്നു. പക്ഷേ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു. സോ അങ്ങനെ 0-0 എന്നുള്ളൊരു സ്കോറിന് മാച്ച് അവസാനിച്ചു. കാർലോ ആൻസലോട്ടി കളി കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് എന്നുള്ളത്. പക്ഷേ ആസ് ബൈ അറ്റാക്കിംഗ് കുറച്ചും കൂടി ബ്രസീലിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. പിന്നെ അത് ഇക്വഡോറിൻ്റെ ഹോം മാച്ചാണ്. അവർ ഇക്വഡോറും നല്ല രീതിയിൽ തന്നെ കളിച്ചു. അങ്ങനെ എന്താ പറയുക, ബ്രസീൽ 0-0 എന്നുള്ള സ്കോറിൽ അവസാനിച്ചു. ബ്രസീൽ ഇപ്പം എനിക്ക് തോന്നുന്നു 4th or 3rd ഏതൊന്നാണ് ബ്രസീലിയൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർ ആ ഒരു ടേബിളിലുള്ളത്. ആദ്യത്തെ 6 ടീംസിനാണ് ഐ തിങ്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ എം നോട്ട് റോങ്, ആദ്യത്തെ 6 ടീമിനാണ് വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക ഈ ഒരു ഇതിൽ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രസീലിൻ്റെ മാച്ച് അങ്ങനെ അവസാനിച്ചു. പിന്നെ അർജന്റീനയുടെ മാച്ച് 1-0 എന്നുള്ളൊരു സ്കോറിന് ചിലിനായിട്ടായിരുന്നു അർജന്റീനയുടെ മാച്ച്. ആ ഒരു മാച്ചിൽ യൂലിയൻ അൽവാരസ്, അതായത് നമ്മുടെ അൽമാഡയുടെ അസിസ്റ്റിൽ നിന്നും യൂലിയൻ അൽവാരസ് ഒരു ഗോൾ സ്കോർ ചെയ്ത് അർജന്റീനയെ മുന്നിലെത്തി. ലയണൽ മെസ്സിയെ ബെഞ്ചിൽ ഇരുത്തിയിട്ടാണ്, മെസ്സിനെ സ്റ്റാർട്ടിംഗ് 11-ൽ കൊണ്ടുവരാതെയാണ് ലയണൽ സ്കലോണി ഫസ്റ്റ് 11 ഇറക്കി വിട്ടിട്ടുള്ളത്. സോ പക്ഷേ ലയണൽ മെസ്സി ഇല്ലാത്തതിൻ്റെ ഒരു കുറവൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ അർജന്റീനയുടെ അറ്റാക്ക്, വെൽ ബാലൻസ്ഡ് ടീം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അർജന്റീന. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് അൽമാഡയുടെ അസിസ്റ്റിൽ നിന്നും യൂലിയൻ അൽവാരസ് ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് അവർ 1-0 എന്നുള്ളൊരു സ്കോറിന് മുന്നിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് കുറേ അർജന്റീനയുടെ കുറേ അറ്റാക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ മെസ്സി ഇറക്കിയിട്ടും മെസ്സിയുടെ വക ഒരു ഷോട്ടും, പിന്നെ അതുപോലെ തന്നെ മെസ്സിയുടെ നമ്മുടെ സ്ഥിരം അദ്ദേഹത്തിൻ്റെ കിടിലം ത്രൂ ബോളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഗോളാക്കാൻ പറ്റിയില്ല. 1-0 എന്നുള്ളൊരു സ്കോറിന് ചിലിയെ പരാജയപ്പെടുത്തി. ചിലിയുടെ ഹോം മാച്ച് ആയിരുന്നു കേട്ടോ. ചിലി പോയിട്ടാണ് കളിച്ചത്. അവിടെ ഹോം മാച്ച് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്കായിരുന്നു. പക്ഷേ അർജന്റീനയാണ് വിജയിച്ചത്. അർജന്റീന ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്കിപ്പോൾ മാച്ച് വിജയിച്ചാലും ഇല്ലെങ്കിലും അവർ ഓൾറെഡി ക്വാളിഫൈഡ് ആയി. ടേബിൾ ടോപ്പേഴ്സും അവരാണ്. ഇനി നമുക്ക് നോക്കാം, ഇനി ഒരു മാച്ചും കൂടി ഉണ്ടാവും രണ്ട് ടീമിനും. ബ്രസീലിന് ഐ തിങ്ക് പരാഗ് വേണമെന്ന് തോന്നുന്നു. അർജന്റീനയ്ക്ക് ഏതോ കൊളംബിയ അങ്ങനെ ഏതോ ഒരു ടീമാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ച് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.